പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. ഹല്ലേലൂയ. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപാട് കാലമായി അഭിഷേകാഗ്നിയിൽ നിങ്ങളുടെ അടുത്തുനിന്ന് എത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പല കാരണങ്ങൾ, പല തിരക്കും, പിന്നെ ഇവിടുത്തെ ശുശ്രൂഷകളെല്ലാം ക്രമീകരിക്കാനുള്ള ഒരു സമയക്കുറവ് നിമിത്തം എനിക്ക് പലപ്പോഴും തടസ്സങ്ങൾ വന്നു. ബിനോയിച്ചൻ എപ്പോഴും പറയും, അച്ഛന് വരണ ആളുകൾ അച്ഛന് വേണ്ടി എപ്പോഴും റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എന്താ കർത്താവ് 2021 ക്രിസ്മസ് കഴിഞ്ഞുള്ള ഈ ആദ്യത്തെ ഞായറാഴ്ച നമ്മളൊന്നിച്ചായിരിക്കാൻ അനുഗ്രഹിച്ചിരിക്കുന്നു. കർത്താവ് ഒരുക്കിയ ദിവസമാണിത്. നമുക്ക് കർത്താവിന് നന്ദി പറയാം. എല്ലാ കുടുംബങ്ങളും കുട്ടികളും എല്ലാവരും സന്തോഷമായിരിക്കുന്നതെന്ന് അച്ഛൻ പ്രതീക്ഷിക്കുകയാണ്. ക്രിസ്മസ് കഴിഞ്ഞുള്ള ആദ്യത്തെ ഞായറാഴ്ചയാണ്. സന്തോഷത്തോടെ നമുക്ക് ഈ വചന ശുശ്രൂഷയിൽ പങ്കുചേരാം. നിങ്ങൾക്കെല്ലാവർക്കും ഇന്ന് വളരെ വലിയൊരു അനുഗ്രഹം. ഞാൻ ഓർക്കുന്നുണ്ട്, ബഹുമാനപ്പെട്ട ബിനോയ് അച്ഛൻ്റെ ശുശ്രൂഷകളിലൂടെ കർത്താവ് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന വൻ കൃപകൾ, നല്ല നല്ല പ്രബോധനങ്ങൾ, ശുശ്രൂഷകൾ, പ്രാർത്ഥനകൾ, അഭിഷേകങ്ങൾ, ഓരോന്നും ഒട്ടും നഷ്ടപ്പെടുത്താതെ എല്ലാ എപ്പിസോഡുകളും നിങ്ങളതിൽ പങ്കെടുക്കണം. അതൊത്തിരി അനുഗ്രഹമാണെന്ന് അനേകർ എന്നോട് വെളിപ്പെടുത്തുന്നുണ്ട്, പറയുന്നുണ്ട്. നിങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിനെ സ്തുതിക്കുകയാണ്. ബിനോയിച്ചനെ ഓർത്ത് ദൈവം നമുക്ക് ബിനോയിച്ചനെ തന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നമുക്കിന്ന് ഒരു അനുഭവം കേട്ടുകൊണ്ട് നമ്മുടെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. നമ്മുടെ ഇന്നത്തെ വിഷയം ഇതാണ്: കർത്താവിനെ സ്നേഹിക്കുന്നവരെ കർത്താവ് അറിയുന്നു. ഈ ഒരു സഹോദരൻ്റെ അനുഭവം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എൻ്റെ പേര് സൈമൺ. സൈമൺ ചേട്ടൻ ഒല്ലൂരിൽ നിന്നായിരുന്നു. എവിടെന്നാ? ഒല്ലൂര്. എനിക്ക് 30 വർഷമായിട്ട് തലവേദനയായിരുന്നു. 30 വർഷമായ തലവേദന. 30 വർഷമായ തലവേദന. ദൈവമേ, എനിക്ക് 2 ദിവസം വന്നാൽ മതി, നമ്മുടെ ബാലൻസ് കിട്ടും. 2019. അപ്പം 30 വർഷം. 2019 ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ടൈമിൽ എനിക്കൊരു വൈഫിനും കൂടിയിട്ടൊരു കൂളിംഗ് ഫീലിംഗ് ഉണ്ടായി. ഒരു തലവേദന മാറി. 2019 ഈ ചേട്ടനും ചേട്ടൻ്റെ ഭാര്യയും കൂടെ ഇവിടെ വന്നൊരു വെള്ളിയാഴ്ചത്തെ ധ്യാനം കൂടി അല്ലേ? അതെ. ഇതുപോലെ ഒരു വെള്ളിയാഴ്ചത്തെ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കുമ്പോൾ ഈ ചേട്ടനും ചേട്ടൻ്റെ ഭാര്യ ഒരുമിച്ച് യേശുവേ എന്ന് പറഞ്ഞ് ഉച്ചത്തിൽ സ്തുതിക്കുകയാണ്. ആ സ്തുതിക്കുന്ന സമയത്ത് ഒരു തണുത്ത ഒരു കാറ്റിനുള്ളിൽ, തണുത്ത ഒരു അന്തരീക്ഷത്തിനുള്ളിലായിരിക്കുന്ന ഒരു അനുഭവം ഉണ്ടായി അല്ലേ? ഒരു കൂളിംഗ്. നിങ്ങൾക്ക് 2 പേർക്ക് അനുഭവപ്പെട്ടു? 2 പേർക്കും അനുഭവപ്പെട്ടു. അതിനുശേഷം പിന്നെ തലവേദന ഉണ്ടായിട്ടില്ല. പിന്നെ ഇതുവരെ തലവേദനയില്ല. 2019 അങ്ങോട്ട് ഇറങ്ങിപ്പോയതാ. സാധാരണ തലവേദനയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഛർദ്ദിച്ച് ബ്ലഡൊക്കെ വൊമിറ്റ് ചെയ്യാറുണ്ട്. തലവേദന എന്ന് പറഞ്ഞാലേ, എനിക്കൊക്കെ വരുന്ന തലവേദന ഛർദ്ദിക്കുകയില്ല, ഒന്നുമില്ല, എന്നിട്ടും സഹിക്കാൻ പറ്റണില്ല. ഒരു രാത്രി നിന്നാൽ മതി, പിറ്റേ ദിവസം ആകുമ്പോൾ ആകെ അവശ കൊളാവും. അപ്പോൾ ഈ ചേട്ടൻ പറയാണ്, ഈ ചേട്ടൻ്റെ തലവേദനയുടെ പ്രത്യേകത ഛർദിച്ച് ബ്ലഡ് വൊമിറ്റ് ചെയ്യും. അതിങ്ങനെ ഒരു കാലത്ത് ഉച്ചയ്ക്ക് 6 മണിക്ക് തുടങ്ങി കഴിഞ്ഞാൽ കണ്ടിന്യൂ ഒരു 3-4 ദിവസം വന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് ടൈമിൽ ബ്ലഡ് അതായത് ഒരു തലവേദന വന്നാൽ രാത്രിക്ക് വന്ന് നേരം വിളക്ക് മാറണമല്ല. എനിക്കുള്ള തലവേദന രാത്രിക്ക് വന്ന് നേരം വിളക്ക് മാറും. പകൽ വന്നാൽ വൈകുന്നേരം ആകുമ്പോഴത്തേന് എങ്ങനെയെങ്കിലൊക്കെ മാറും. അത് വെള്ളം നനച്ച് വെച്ച് എങ്ങനെയെങ്കിലൊക്കെ അത് മാറും. പക്ഷേ ഈ ചേട്ടന് തലവേദന വന്നാൽ അന്ന് ഒരു വൈകുന്നേരം, അന്ന് രാത്രി, പിറ്റേ ദിവസം 3-4 ദിവസം കഴിഞ്ഞ് അവസാനമാകുമ്പോഴേക്ക് ഛർദ്ദിച്ച് രക്തം ഛർദ്ദിച്ച് അല്ലേ? അവസാനം പിന്നെ രക്തം ഛർദ്ദിച്ച് വീണ് കിടക്കും. അത് കഴിയുമ്പോഴത്തേനും ശാന്താവും. പിന്നെ കുറച്ച് ദിവസത്തിന് കുഴപ്പമില്ല, പിന്നെയും വരും. മാസത്തിലൊരു 4 തവണയൊക്കെ. ഒരു മാസത്തിൽ 3-4 തവണ എന്ന് പറഞ്ഞാൽ 4 ആഴ്ചയിലേ ഉള്ളൂ. ഒരു തവണ വന്ന 4-5 ദിവസം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എത്ര വർഷമായിട്ടുള്ളതാ?
എനിക്കൊരു 22 വയസ്സിൽ തുടങ്ങിയിട്ടുണ്ടാവും. 22 വയസ്സൊക്കെ ആകുമ്പോൾ ഒരു 10-20 വയസ്സ് 22 വയസ്സൊക്കെ ആകുമ്പോൾ തുടങ്ങിയതാണ്. ഇപ്പോൾ 53 വയസ്സ്. ഇപ്പം 53 വയസ്സ് കഴിഞ്ഞു. 30 വർഷത്തിലധികമായി. ഇപ്പം 53 വയസ്സായി. അതായത് തീരെ തിരിച്ചറിവില്ലാത്തൊരു കുഞ്ഞുപിള്ള പറയുന്ന കാര്യമല്ല ഇത്. 22 വയസ്സ് തൊട്ട് 53 വയസ്സ് വരെ നല്ല തിരിച്ചറിവും പോകുന്നുള്ള കാലമാണ് കേട്ടോ. ആ സമയത്ത് അനുഭവിച്ച നരകവേദനയുടെ ഓർമ്മയാണ് അല്ലേ? നരകവേദന ഇല്ലേ ഇത്? ശരി അല്ലേ? ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല. ഫുൾ ടൈം കെടുപ്പ്, തല കെട്ടി ഫുൾ ടൈം കിടക്കണം. എന്നാലും മാറണില്ല. വെളിച്ചൊന്നും കാണാൻ പാടില്ല. എനിക്കറിയാം, എനിക്കിടയ്ക്ക് വരാറുണ്ട്. പക്ഷേ എനിക്ക് വന്നാൽ ഇത് തലയിൽ കെട്ടിന്ന് പറഞ്ഞാൽ നല്ല തോർത്തൊക്കെ നനച്ചിട്ടാൽ നേരം വെളുക്കുമ്പോഴേക്കും മാറും. അത്രേ ഉള്ളൂ. ഒരു രാത്രി തന്നെ സഹിക്കാൻ പറ്റണില്ല. നമ്മൾ അപ്പോഴത്തേനും വയ്യാന്ന് പറയും. ഛർദ്ദിക്കുമില്ല, കണ്ണു തുറിക്കുമല്ലോ, ഒന്നുമില്ല. പക്ഷേ തലവേദന വന്നാൽ തന്നെ നമുക്ക് സഹിക്കാൻ പറ്റും. അപ്പോൾ ഈ ചേട്ടൻ എത്ര മാത്രം സഹിച്ചിട്ടുണ്ടാവും. വെളിച്ചടിച്ച അപ്പം പ്രശ്നമാണ്. ഭയങ്കര ബുദ്ധിമുട്ട്. സ്വരം കേൾക്കാൻ പാടില്ല, വെളിച്ചടിക്കാൻ പാടില്ല. ചില സമയത്ത് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റില്ല അല്ലേ? കഴിക്കൽ കുറവാണ് ആ ടൈമിൽ. ഭക്ഷണം ഇല്ല, ഭക്ഷണം വേണ്ട, വിശപ്പ് തോന്നുന്നില്ല. അങ്ങനെ 30 വർഷം സഹിച്ചതാണ്. 30 വർഷം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളിക്കും തോന്നി അട്ടപ്പാടി സെഹിയോനിൽ ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോന്നു. വീട്ടിൽ നിന്ന് 2 പേരും കൂടെ പറയുകയാണ്, നമുക്ക് അട്ടപ്പാടി സെഹിയോനിൽ പോയി എന്ന് പ്രാർത്ഥിക്കാം, എന്നിട്ട് എൻ്റെ കർത്താവ് എന്നെ സുഖപ്പെടുത്തും, അപ്പോൾ ഞാൻ സാക്ഷ്യപ്പെടുത്തും എന്ന് വീട്ടിൽ നിന്ന് തന്നെ പറഞ്ഞ് നേർച്ച നേർന്ന് അവർ ഇവിടെ വന്ന് വെള്ളിയാഴ്ചത്തെ ശുശ്രൂഷ കൂടി. എന്നിട്ട് എല്ലാവരും കൂടെ കൂടി കർത്താവായ യേശുവേ എന്ന് പറഞ്ഞ് ഉച്ചത്തിൽ സ്തുതിക്കുന്ന സമയത്ത് ഇവർ ദമ്പതികൾ ഒരുമിച്ച് സ്തുതിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് ഒരു തണുത്ത പാത്രത്തിലായ പോലെ ഒരു അനുഭവം, ഒരു കൂളിങ്ങിൻ്റെ ഒരു അന്തരീക്ഷത്തിനുള്ളിൽ ഇവരായ ഒരു അനുഭവം. തണുത്ത കാറ്റിനുള്ളിൽ ഇവർ പെട്ടു. അപ്പം തൊട്ട് സൗഖ്യം. പിന്നെ ഇതുവരെ 2021 ഡിസംബറായി, 22 ആകാൻ പോവാ. 19 മാറിയതാണ്. കൊറോണ കാരണം വരാണ്ടിരുന്നു. ഓക്കെ, കൊറോണ കാരണമാണ് ഇതിന് മുമ്പ് വന്ന് സാക്ഷ്യം പറയാതെ. പക്ഷെ എന്നാലും പറഞ്ഞ ഇത്രയും സമയം, ഇത്രയും വർഷമായിട്ട് അത് പിന്നെ ഇതുവരെ വന്നിട്ടില്ല. ഫുള്ളായിട്ട് കർത്താവ് അങ്ങോട്ട് സുഖപ്പെടുത്തി. ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് കരങ്ങൾ ഉയർത്തി കൈയടിച്ച് കർത്താവിനെ ആരാധിക്കാം. സന്തോഷമേ, ആനന്ദമേ, പരമാനന്ദമേ, ഇത് സ്വർഗീയ സന്തോഷമേ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തരവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തരവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോ സാക്ഷി കേൾക്കുമ്പോൾ അച്ഛൻ്റെ ഹൃദയം തുടിക്കുകയാണ്. കാരണം ഈശോ നമ്മളെ അറിയുന്നു. ആ സഹോദരൻ പറഞ്ഞ അനുഭവം നിങ്ങൾ ശ്രദ്ധിച്ചു. 30 വർഷത്തോളം സഹിച്ച് വീട്ടിൽ ഇരുന്നപ്പോൾ അവർ 2 പേരും കൂടെ പറയുകയാണ്, നമുക്ക് 2 പേർക്കും കൂടി അട്ടപ്പാടി പോയി കർത്താവിനെ വിളിച്ചപേക്ഷിക്കാം. നമ്മൾ എത്രയോ ചികിത്സ ചെയ്തതാണ്, നമ്മൾ എന്തെല്ലാം ചെയ്തതാണ്, എന്തെല്ലാം കുറുകുബുദ്ധികൾ നോക്കിയതാണ്, എത്രമാത്രം വൈദ്യങ്ങൾ ചെയ്തതാണ്. നമുക്ക് കർത്താവിനെ വിളിച്ചപേക്ഷിക്കാം. അവർ കർത്താവിലുള്ള നിഷ്കളങ്കമായ വിശ്വാസത്തോടെ 2 പേരും കൂടെ സാക്ഷ്യം പറയാമെന്ന് വീട്ടിൽ നിന്നേ കർത്താവിനോട് പറഞ്ഞിട്ട് അവർ വന്ന് നിൽക്കുമ്പം അവർ 2 പേരും കൂടെ ഒരു നല്ലൊരു തണുത്ത ഒരു കാറ്റിൻ്റെ ഉള്ളിലായിരിക്കുന്ന ഒരു അനുഭവം. അന്ന് തൊട്ടത് മാറി. കർത്താവ് അവരെ കണ്ട്, കർത്താവ് ഇടപെട്ടു. ജോബിൻ്റെ പുസ്തകത്തിൽ 23-ാം അധ്യായം 10-ാമത്തെ വാക്യം, അവിടെ ഇങ്ങനെയാണ് ജോബ് പറയുന്നത്: എൻ്റെ വഴി അവിടുന്ന് അറിയുന്നു, എന്നെ അവിടുന്ന് അറിയുന്നു, എൻ്റെ വേദന അവിടുന്ന് അറിയുന്നു, എൻ്റെ നടപ്പ് അവിടുന്ന് അറിയുന്നു, എൻ്റെ വഴി, എൻ്റെ അവസ്ഥ, എൻ്റെ ഓരോ നിമിഷവും എൻ്റെ കർത്താവ് അറിയുന്നു. എൻ്റെ വഴി അവിടുന്ന് അറിയുന്നു. അവിടുന്ന് എന്നെ പരീക്ഷിച്ച് കഴിയുമ്പോൾ ഞാൻ സ്വർണം പോലെ പ്രകാശിക്കും എന്ന് പറഞ്ഞാൽ, ജീവിതത്തിൽ ഒരുപക്ഷെ ഈ സഹോദരന് 30 വർഷം ആ ജീവിതം കൊടുത്തു. അദ്ദേഹം പലതും പോകാനൊക്കെ അങ്ങനെ നിന്നു. പക്ഷേ സ്നേഹിക്കുന്ന കർത്താവിനെ സ്നേഹിക്കുന്ന ആത്മാവ്, കർത്താവിനെ സ്നേഹിക്കുന്ന ഹൃദയം ഒരിക്കൽ പോലും കർത്താവിനെ സംശയിച്ചില്ല, ഒരിക്കൽ പോലും കർത്താവിനെ ചോദ്യം ചെയ്തില്ല. ഇതെന്തിന് കർത്താവ് ഇത് കാണുന്നില്ലേ, കർത്താവിനോട് കയർക്കാൻ നിന്നില്ല. ഈ 30 വർഷവും തങ്ങൾക്ക് അറിയാവുന്ന വിധത്തിൽ അവർ ചികിത്സകളോ പല പരിശ്രമങ്ങളൊക്കെ നടത്തി നോക്കി. എല്ലാം പരാജയപ്പെട്ടു, രക്ഷപ്പെടുന്നില്ല.
അവർ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുകയാണ്. തങ്ങളുടെ ദുരിതത്തിൽ അവർ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. കർത്താവ് അവരെ വചനമയച്ച് സുഖപ്പെടുത്തി. 107 സങ്കീർത്തനത്തിലെ 20 തിരുലിഖിതം നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. സങ്കീർത്തനം 107:20. വിനാശത്തിൽ കർത്താവ് തൻ്റെ വചനമയച്ച് അവരെ വിടിവിച്ചു, അവരെ സൗഖ്യമാക്കി. ഇങ്ങനത്തെ ഒരു കർത്താവുണ്ട്. എല്ലാ മക്കളൊന്ന് എഴുന്നേറ്റ് തന്നെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഈശോ ഈ ദിവസം വലിയ കൃപ, കർത്താവിനെ സ്നേഹിക്കാനുള്ള കൃപ, കർത്താവിനെ കാത്തിരിക്കാനുള്ള കൃപ, കർത്താവിന് വേണ്ടി ഹൃദയം തുറക്കാനുള്ള കൃപ അവിടെ നിന്ന് ഇന്ന് എല്ലാ മക്കൾക്കും തരും. അതോടൊപ്പം തന്നെ രോഗികൾ അനേകരും ഇന്ന് സൗഖ്യം പ്രാപിക്കാൻ കർത്താവ് ഇടപെടുന്നുണ്ട്. രോഗികൾ വലിയ ഹൃദയത്തുറവിയോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കണം. കുടുംബത്തിന് ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും വിളിച്ചു കൂട്ടുക. ഒരുമിച്ചിരുന്ന് വചനം കേൾക്കാം, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാം. കരങ്ങളെ ഉയർത്തുന്നു, ഉറക്കെ സ്തുതിക്കുകയാണ്. പരിശുദ്ധാത്മാവേ, 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 അവിടുന്ന് വേഗം വരണമേ, എഴുന്നള്ളി വരണമേ, കുടുംബങ്ങളെ ഒരുമിച്ച് കൂട്ടണമേ, മക്കളെ അനുഗ്രഹിക്കണമേ, ദമ്പതികളെ അനുഗ്രഹിക്കണമേ, രോഗികളെ അനുഗ്രഹിക്കണമേ, തളർന്നവരെ അനുഗ്രഹിക്കണമേ, തളർന്നവരുടെ അവകാശത്തെ പൂർവ്വസ്ഥിതിയിലാക്കണമേ, അവിടുന്ന് ധാരാളം മഴ പെയ്യിക്കണമേ. 2 കരങ്ങൾ ഉയർത്തുന്നു, ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ആരാധന, ആരാധന, ആരാധന. പരിശുദ്ധാത്മാവേ, 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 ഹോളി സ്പിരിറ്റ്, എല്ലാ ദൈവമക്കളും നന്നായി കൈയടിച്ച് ഉണർവോടെ കർത്താവിനെ ആരാധിക്കുകയാണ്. എൻ്റെ കർത്താവേ, ജനകോടികൾ അനുഗ്രഹം പ്രാപിക്കുന്ന മണിക്കൂറിലാണല്ലോ ഞങ്ങൾ നിൽക്കുന്നത്. അനേക ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ അനുഗ്രഹം പ്രാപിക്കുന്ന മണിക്കൂറാണല്ലോ. ഞങ്ങളെയും അനുഗ്രഹിക്കണമേ, ഞങ്ങളെ ഓർക്കണമേ, ഞങ്ങളുടെ മേൽ ആത്മാവിനെ വർഷിക്കണമേ. കൈയടിച്ച് കൈയടിച്ച് ആരാധിക്കുന്നു. എന്റെ യേശുവേ, പരിശുദ്ധാത്മാവേ, യേശുവിന്റെ വചനമെങ്ങും ഘോഷിച്ചിടാ, ആത്മാവിൻ ശക്തിയാൽ നിറച്ചിടണമേ. യേശുവിന്റെ വചനമെങ്ങും ഘോഷിച്ചിടാ, ആത്മാവിൻ ശക്തിയാൽ നിറച്ചിടണമേ. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് വലിയ ദാഹത്തോടെ ശക്തനാക്കണേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധ ശക്തിയെ കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. സ്പർശിക്കണമേ, ഇടപെടണമേ രാജാവേ. ഇപ്പോൾ അങ്ങേ പ്രിയപ്പെട്ട അവകാശത്തെ ഓർക്കണമേ. തളർന്ന മക്കളെ സമർപ്പിക്കുന്ന പിതാവേ, വേദനിക്കുന്ന മക്കളെ സമർപ്പിക്കുന്ന അപ്പാ, രോഗികളെ സമർപ്പിക്കുന്ന പിതാവേ, കുഞ്ഞു മക്കളെ സമർപ്പിക്കുന്ന പിതാവേ. ആരാധന, ആരാധന. ആത്മാവിനെ വർഷിക്കണമേ, സമാധാനത്തിന്റെ ആത്മാവിനെ വർഷിക്കണമേ, സൗഖ്യങ്ങൾ വിതരണമേ, അവിടുന്ന് വാരി വിതരണമേ, അവിടുന്ന് കരം തുറക്കണമേ, അവിടുന്ന് കടാക്ഷിക്കണമേ. യേശുവേ, അങ്ങയുടെ നാമത്തിന് ശക്തി വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ധകാര പീഡകൾ മാറട്ടെ, കടന്ന കുടുംബ തകർച്ചകൾ നീങ്ങട്ടെ, എല്ലാ കുടുംബങ്ങളുടെ മേലും വലിയ അഭിഷേകം നിറയട്ടെ കർത്താവേ. ആരാധന, 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 ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഇഷ്ടത്തോടെ വരണം പരിശുദ്ധാത്മാവേ. യേശുവേ, അങ്ങയെ ഞങ്ങൾ സ്നേഹിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ ഈശോയെ. പിതാവേ, അങ്ങയുടെ അവകാശത്തെ ഓർക്കണമേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. എല്ലാവരും അവരവരുടെ സ്ഥാനങ്ങളിലേക്ക് ഇരിക്കുക. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, അഭിഷേകനിൽ നിങ്ങളെ അഭിസംബോധന എനിക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി കർത്താവിൻ്റെ ആത്മാവ് ശക്തമായി തരുന്നൊരു പ്രചോദനം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 2-ാം അധ്യായം 25 മുതൽ 32 വരെയുള്ള വാക്യങ്ങളാണ്.
അവിടെ ശിമയോൻ എന്ന ഒരു ദൈവ പൈതലിനെ ദൈവത്തിൻ്റെ വചനം നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. ക്രിസ്മസ് കഴിഞ്ഞുള്ള ആദ്യത്തെ ഞായറാഴ്ചയാണിത്. സമയം കഴിഞ്ഞിട്ടാണെങ്കിൽ ഒന്നും കൂടെ നിങ്ങൾക്ക് ഈ ക്രിസ്മസിൻ്റെ ആ സന്തോഷവും അതുപോലെ പുതുവത്സരത്തിൻ്റെ ആശംസകളെല്ലാം അർപ്പിച്ച് നിങ്ങളെ കുടുംബങ്ങളെ അനുഗ്രഹിച്ചാണെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷത്തിൽ 2:25-32 വാക്യങ്ങൾ കാണുന്ന ഇങ്ങനെയാണ്: ജെറുസലേമിൽ ശിമയോൻ എന്നൊരുവൻ ജീവിച്ചിരുന്നു. ശിമയോൻ എന്നൊരു ദൈവ പൈതൽ. അദ്ദേഹത്തിന് നല്ല പ്രായമായിട്ടുണ്ടെന്നാണ് പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം അദ്ദേഹം ഒരു ആയുസ് മുഴുവൻ ഈശോയെ സ്നേഹിക്കുകയാണ്. ഈശോ ജനിക്കുന്നതിന് മുമ്പ്, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ശിമയോൻ യേശുവിനെ സ്നേഹിക്കുന്നു. അവൻ നീതിമാനും ദൈവഭക്തനും ഇസ്രായേലിൻ്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നവനും ആയിരുന്നു. ഇസ്രായേലിൻ്റെ ആശ്വാസം എന്ന് പറയുന്ന ആ ഒരു കാര്യം യേശുവാണ്. ഇസ്രായേലിൻ്റെ രക്ഷ എന്ന് പറയുന്നത് യേശുവാണ്. എന്താണ് ശിമയോൻ്റെ പ്രത്യേകത? അവൻ നീതിമാനും ദൈവഭക്തനും മാത്രമല്ല, അവൻ യേശുവിനെ പ്രതീക്ഷിച്ചിരുന്നവനായിരുന്നു. അതായത് നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, അതായത് നമുക്കിപ്പോൾ 2000 വർഷം യേശു ജനിച്ചിട്ട് നമുക്ക് രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രമാണരേഖയുണ്ട്, കാറ്റഗിസമുണ്ട്, എഴുതപ്പെട്ട ബൈബിളുണ്ട്, ഇതിനു മുമ്പ് ജീവിച്ചിരുന്ന അനേക രക്തസാക്ഷികളുടെയൊക്കെ സാക്ഷ്യങ്ങളുണ്ട്, അപ്പോസ്തലന്മാരുടെ സ്ലീഹന്മാരുടെ പ്രബോധനങ്ങൾ, സ്ലീഹന്മാരുടെ ജീവിതം, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുള്ളത് കൊണ്ട് നമുക്ക് വിശ്വസിക്കാനും കാത്തിരിക്കാനും എളുപ്പമാണ്. ശിമയോൻ്റെ കാലഘട്ടം അതല്ല. ഈശോ ജനിച്ചിട്ടില്ല, മാതാവിനോട് മംഗളവാർത്ത ഉണ്ടായിട്ടില്ല. ഈശോ ജനിക്കുന്നതിന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ശിമയോൻ പറയാണ്, യേശു വരും, എനിക്ക് യേശുവിനെ കാണണം. യേശു വരും, എനിക്ക് എൻ്റെ ദൈവം ഒരുക്കുന്ന രക്ഷ കാണണം. എനിക്ക് എൻ്റെ കർത്താവിൻ്റെ രക്ഷ കാണണം. ഇസ്രായേലിൻ്റെ രക്ഷകനെ എനിക്ക് കാണണം. എനിക്ക് യേശുവിനെ കാണണം. എനിക്ക് ഉറപ്പാണ് യേശു വരും. ബൈബിളിൽ പ്രവചനങ്ങളിൽ യേശു ഉണ്ട്, അതുകൊണ്ട് യേശു വരും. ഇങ്ങനെ വലിയ പ്രത്യാശ പറയുക, വചനത്തെ വിശ്വസിക്കുക, ഈശോയെ കാത്തിരിക്കുക, ഈശോയെ കാത്തിരിക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, സ്നാപക യോഹന്നാൻ ജനിച്ചിട്ടില്ല. അങ്ങനത്തെ സംഭവങ്ങളൊന്നും, ഈശോയുടെ ജനനത്തോട് ബന്ധപ്പെട്ട രംഗങ്ങളൊന്നും ലോകത്തിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ ശിമയോൻ്റെ ഈ ഒരു വ്യക്തിത്വം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം. എന്നെ കഴിഞ്ഞ 1 മാസമായിട്ട് എൻ്റെ ഹൃദയത്തെ ഗ്രസിക്കുന്ന ഒരു വ്യക്തിയാണ് ശിമയോൻ എന്ന ഈ ഒരു ദൈവ പൈതൽ. ഇന്ന് കാണുന്ന ഒന്നുമില്ലാതിരുന്നു അദ്ദേഹം ഭയങ്കര ഗാഢവിശ്വാസത്തോടെ യേശു വരും, യേശു വരും, യേശു വരും, എനിക്ക് യേശുവിനെ കാണണം, എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും, ഞാൻ യേശുവിനെ കാണും, ഞാൻ യേശുവിനെ കാണും, അദ്ദേഹം പറയുകയാണ്. തുടർന്നുള്ള വചനം വായിച്ചു നോക്കിക്കേ. പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ ഉണ്ടായിരുന്നു. പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾക്ക് സ്ഥൈര്യലേപനമുണ്ട്, നമ്മൾ കൂദാശകൾ സ്വീകരിക്കുന്നു, ഈശോയുടെ തിരുശരീരം സ്വീകരിക്കുന്നു, ഈശോയുടെ തിരുരക്തം സ്വീകരിക്കുന്നു, ദേവാലയത്തിലേക്ക് പോകുന്നു. പക്ഷേ നമുക്ക് ഈ പരിശുദ്ധാത്മാവിൻ്റെ സജീവ സാന്നിധ്യം ഉറപ്പായിട്ട് നമുക്ക് എപ്പോഴും അനുഭവപ്പെടുന്നുണ്ടോ? നമ്മൾ ആത്മാവുമായുള്ള ബന്ധം എന്താണ്? എന്നാൽ ശിമയോനെ കുറിച്ച് പറയുകയാണ്, പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ അഭിഷിക്തനെ കാണുന്നത് വരെ മരിക്കുകയില്ല എന്ന് പരിശുദ്ധാത്മാവ് അവന് വെളിപ്പെടുത്തിയിരുന്നു. നോക്കി, പരിശുദ്ധാത്മാവുള്ള ബന്ധം കണ്ടോ? പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഈ ശിമയോൻ അത്രയും സ്നേഹിക്കുന്ന ഹൃദയമാണ്. അങ്ങനെ സ്നേഹിക്കുന്ന ഹൃദയത്തിന് ദൈവവുമായുള്ള ചില ഇടപെടൽ രീതികളുണ്ട്. അപ്പോൾ ദൈവം ഇങ്ങോട്ട് സംസാരിക്കുന്നു. പരിശുദ്ധാത്മാവ് പറയുകയാണ്, നീ മരിക്കുന്നതിന് മുമ്പ് യേശുവിനെ കാണും. യേശുവിനെ കാണാതെ നീ മരിക്കില്ല. യേശുവിനെ കണ്ടിട്ട് മാത്രമേ നീ മരിക്കൂ. അത്രയും സ്നേഹിക്കുന്നൊരു ഹൃദയമാണ്. ആ സ്നേഹത്തെ സ്വർഗം അംഗീകരിച്ചു. നീ യേശുവിനെ കണ്ടേ മരിക്കൂ എന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയത് വായിച്ചു നോക്കിയേ. കർത്താവിൻ്റെ അഭിഷിക്തനെ കാണുന്നത് വരെ മരിക്കുകയില്ല എന്ന് പരിശുദ്ധാത്മാവൻ വെളിപ്പെടുത്തിയിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ അവൻ ദേവാലയത്തിലേക്ക് വന്നു. നിയമപ്രകാരമുള്ള അനുഷ്ഠാനങ്ങൾക്കായി ശിശുവായ യേശുവിനെ മാതാപിതാക്കന്മാർ ദേവാലയത്തിൽ കൊണ്ടുചെന്നു. ശിമയോൻ ശിശുവിനെ കയ്യിലെടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവേ, അവിടുത്തെ വാഗ്ദാനം അനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ. ആ ഒരു വാക്ക്, ആ ഒരു ഹൃദയ നിർവൃതി,
അത് അങ്ങനെ കാത്തിരിക്കുന്നവർക്കാണ് ആ നിർവൃതിയുടെ ആഴങ്ങൾ. ആ നിർവൃതിയോടെ പറയുകയാണ്, ഈ ദാസൻ ഇനി സമാധാനത്തിൽ വിട്ടയക്കണമേ, എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. സകല ജനതകൾക്ക് വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ശിമയോൻ്റെ നിർവൃതി, ആ സന്തോഷം, ആ നിറവ്, ആ ഹൃദയം സ്വർഗം കണ്ടു. അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് നീ യേശുവിനെ കാണും, കർത്താവ് പറഞ്ഞു. ലോകത്തിൽ ഏത് മൂലയിൽ നിന്നാണ് ഈശോയെ സ്നേഹിച്ചാൽ ഈശോ ഹൃദയത്തെ അറിയുന്നുണ്ട്. കർത്താവിനെ സ്നേഹിക്കുന്നവരെ കർത്താവ് അറിയുന്നു. ശിമയോൻ ആ പ്രഭാതത്തിൽ പരിശുദ്ധ ഈശോയെ ദേവാലയത്തിൽ സമർപ്പിക്കാൻ വേണ്ടി യോസേപ്പ് പിതാവും മാതാവും ദേവാലയത്തിൽ കൊണ്ടുവരുമ്പോൾ പരിശുദ്ധാത്മാവ് ശിമയോനെ ഉണർത്തി. ആ പ്രഭാതത്തിന് എത്രയോ ശിശുക്കളെ ദേവാലയത്തിൽ കൊണ്ടുവരുന്നുണ്ട്. എത്രയോ മാതാപിതാക്കന്മാർ കുട്ടികളുമായിട്ട് ജെറുസലേം ദേവാലയത്തിലേക്ക് വന്നിട്ടുണ്ട്. എന്നാൽ ശിമയോന് ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ഉണ്ടായിരുന്നു. ശിമയോന് യോസേപ്പ് പിതാവിനെ മാതാവിനെ ശിശുവിനെ തിരിച്ചറിയാൻ അവൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, ഇന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പം, ഇന്ന് ദേവാലയത്തിലേക്ക് പോകുമ്പം, ഇന്ന് തീർത്ഥാടന സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ, ഇന്ന് വചനം പ്രസംഗിക്കുമ്പോൾ, ദൈവം ഇടപെടുമ്പോൾ, ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കൺമുമ്പിലൂടെ നടന്നു പോകുമ്പം നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. നമ്മൾ അനുഭവം ഇല്ലാത്തവരായി മാറുകയാണ്. നമ്മൾ മരവിച്ച ഹൃദയത്തോടെ ഇരിക്കുകയാണ്. നമ്മൾ മരച്ച മനസ്സുമായിട്ട് നിൽക്കുകയാണ്. ആത്മാവിൻ്റെ പ്രവർത്തനം നിലച്ചുപോയി. ശിമയോൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരുന്നു. ശിമയോൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വ്യാപരിച്ചു കൊണ്ടിരുന്നു. ശിമയോൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി നിറഞ്ഞു നിന്നിരുന്നു. മാമോദീസയും സ്ഥൈര്യലേപനവും അതൊന്നും ഇല്ലാത്തൊരു കാലമാണ് നിങ്ങൾ. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന, അദ്ദേഹത്തിൻ്റെ സ്നേഹമുള്ള ഹൃദയം സ്വർഗത്തിൽ നിന്നെല്ലാം പിടിച്ചു വാങ്ങി. സ്വർഗത്തിൽ നിന്നെല്ലാം പിടിച്ചു വാങ്ങി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നിട്ട് ശിമയോനോട് ആ രാവിലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, നീ എഴുന്നേൽക്ക്, നീ ഇപ്പോൾ പോ, ഇതാ യേശു വരുന്നുണ്ട്. യേശു വരുന്നുണ്ട്. യേശു അത്ഭുതങ്ങളുടെ പ്രവർത്തനം ഒന്നും നടന്നിട്ടില്ല. യേശുവിനെ സംബന്ധിച്ച കാര്യങ്ങളൊന്നും സുവിശേഷത്തിൽ പറഞ്ഞ ഒരു കാര്യവും ശിമയോൻ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല, ഒന്നുമില്ല. ഒരു ശിശുവായിട്ട് വരുമ്പോൾ നിർവൃതി കൊണ്ട് നിറഞ്ഞ് ശിമയോൻ, ഇതാണ് ആത്മാവ് നമ്മളിലുണ്ടെങ്കിൽ യേശുവിൻ്റെ അനുഭവം നമ്മളിലേക്ക് വന്നറിയും. നിർവൃതി കൊണ്ട് നിറഞ്ഞു. ശിമയോൻ പറഞ്ഞു, അങ്ങ് ഇസ്രായേലിന് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ, സകല ജനത്തിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. ഇനി ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിനെ സ്നേഹിക്കുന്നവരെ കർത്താവ് അറിയുന്നു. ആ ശിമയോനെ കർത്താവ് ആദരിച്ചു. ആ ശിമയോനെ കർത്താവ് സ്വർഗം അംഗീകരിച്ചു. ഇന്നും ഇങ്ങനെ തന്നെയാണ്. കർത്താവിനെ സ്നേഹിച്ച് കർത്താവിന് വേദന വരാതിരിക്കാൻ വേണ്ടി വചനം കാത്തു സൂക്ഷിച്ച് വചനമനുസരിച്ച് ജീവിക്കുന്ന ഒരു ദൈവപൈതലുണ്ടെങ്കിൽ ആ ദൈവപൈതലിനെ കർത്താവ് അറിയുന്നുണ്ട്. റോമാലേഖനം 11-ാം അധ്യായം 4-5 വാക്യങ്ങൾ. റോമൻസ് ചാപ്റ്റർ 11 വേഴ്സസ് 4 and 5. എന്നാൽ ദൈവം അവനോട് മറുപടി പറഞ്ഞത് എന്താണെന്നോ, ബാലിൻ്റെ മുമ്പിൽ മുട്ടുമടക്കാത്ത 7000 പേരെ എനിക്ക് വേണ്ടി ഞാൻ മാറ്റി നിർത്തിയിട്ടുണ്ട്. അപ്രകാരം തന്നെ കൃപയാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു അവശിഷ്ട ഭാഗം ഈ കാലഘട്ടത്തിലുമുണ്ട്. ബാലിൻ്റെ മുമ്പിൽ മുട്ടുമടക്കാത്ത 7000 പേർ എനിക്ക് വേണ്ടി ഞാൻ മാറ്റി നിർത്തി. കർത്താവിനുള്ളവരെ കർത്താവ് അറിയുന്നു. പ്രിയ സഹോദരങ്ങളെ, കർത്താവ് പറയാണ്, അതുപോലെ തന്നെ ഒരു ചെറിയൊരു ഗണം, ഒരു സമൂഹം ഇന്നുകൊണ്ട് അവരെ ഞാൻ അറിയുന്നുണ്ട്, അവരെ ഞാൻ നോക്കും, അവരെ എനിക്കറിയാം, അവർക്ക് എന്നെയും അറിയാം. ദൈവവചന ഗ്രന്ഥങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള ചില പ്രതിപാദനങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. അത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഹോസിയയുടെ പുസ്തകം 11-ാം അധ്യായം 12-ാം തിരുലിഖിതം. അവിടെ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്, എഫ്രായിം വ്യാജം കൊണ്ടും ഇസ്രായേൽ ഭവനം വഞ്ചന കൊണ്ടും എന്നെ വലയം ചെയ്തിരിക്കുന്നു. എന്നാൽ യൂദായെ ഇന്നും ദൈവം അറിയുന്നു. അവൻ പരിശുദ്ധനായവനോട് വിശ്വസ്തത പുലർത്തുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരെ കർത്താവ് അറിയുകയാണ്. വ്യാജം കൊണ്ടും വഞ്ചന കൊണ്ടും തട്ടിപ്പ് കൊണ്ടും വെട്ടിപ്പ് കൊണ്ടും ലോക സന്തോഷം കൊണ്ടും സുഖലോലപത കൊണ്ടും എല്ലാം കർത്താവിനെ വേദനിപ്പിക്കുന്ന ജനലക്ഷങ്ങളുടെ നടുവിൽ, ജനകോടികളുടെ നടുവിൽ 1-2. എന്നാൽ യൂദായെ കർത്താവ് അറിയുന്നു. അവൻ വിശ്വസ്തത പുലർത്തുന്നവനാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം അതിൽ 14-ാം തിരുലിഖിതം ഈശോ പറയാണ്,
ഈശോ തന്നെ വെളിപ്പെടുന്നത് ജോൺ ചാപ്റ്റർ 10 വേഴ്സ് 14, ഞാൻ നല്ല ഇടയനാണ്, ഈ പിതാവ് എന്നെയും ഞാൻ പിതാവിനെയും അറിയുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെയും എനിക്കുള്ളവ എന്നെയും അറിയുന്നു. അതിനകത്ത് എന്നെ സ്പർശിച്ച ഭാഗം, ഞാൻ എനിക്കുള്ളവയെയും എനിക്കുള്ളവ എന്നെയും അറിയുന്നു. എങ്ങനെ അറിയണത്? പിതാവ് എന്നെയും ഞാൻ പിതാവിനെയും അറിയുന്നത് പോലെ എന്ന് പറഞ്ഞാൽ ഓരോ സ്പന്ദനവും തമ്മിൽ പിതാവും ഈശോയെ അറിയുന്നുണ്ട്. ഈശോയുടെ ഓരോ സ്പന്ദനവും പിതാവ് അറിയുന്നുണ്ട്. പിതാവിൻ്റെ ഹൃദയത്തിൻ്റെ ഓരോ ഭാവവും ഈശോ അറിയുന്നുണ്ട്. പുത്രൻ പിതാവിനെ അറിയുന്നു, പിതാവ് പുത്രനെ അറിയുന്നു. എന്നിട്ട് ഈശോ പറയുകയാണ്, പിതാവ് എന്നെയും ഞാൻ പിതാവിനെയും അറിയുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെയും എനിക്കുള്ളവ എന്നെയും അറിയുന്നു. ഏതെങ്കിലും ഒരു മൂലയിൽ, ഏതെങ്കിലും ഒരു കാട്ടിൽ, ഏതെങ്കിലും ഒരു മുറിയിൽ, ഏതെങ്കിലും ഒരു കോൺവെൻറ്റിൽ, ഏതെങ്കിലും ഒരു പള്ളിയിൽ, ഏതെങ്കിലും ഒരു വീട്ടിൽ, ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ഈശോയെ സ്നേഹിച്ച് ഈശോയോടുള്ള സ്നേഹം കൊണ്ട് നിറഞ്ഞൊരു ഹൃദയം ഉണ്ടെങ്കിൽ, ഒരു ജീവിതം ഉണ്ടെങ്കിൽ, അത് കർത്താവ് അറിയാതെ പോവുകയില്ല. അതുപോലെ നിങ്ങൾ ഏതെങ്കിലും ഒരു ഭവനത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അതും കർത്താവ് അറിയാതെ പോകും. ഈ അടുത്ത കാലത്ത് ഒരു കുടുംബം ബാംഗ്ലൂരിൽ നിന്ന് വന്ന് ഒരു അനുഭവം പറഞ്ഞത് എന്നെ ശ്രദ്ധ. അദ്ദേഹം പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബമാണ്. ആ വ്യക്തി പറഞ്ഞു, ആ വ്യക്തി കഠിനമായൊരു വേദനയുണ്ടായി. ആ വേദനയുടെ നടുവിൽ പ്രാർത്ഥിച്ച്, എൻ്റെ ദൈവമേ ഇടപെടണമേ, ദൈവം അറിഞ്ഞ ഒരു സംഭവം ആ വ്യക്തി വന്ന് പങ്കുവെക്കുകയുണ്ടായി. എൻ്റെ പേര് ഷേർലി മെൻഡസ്. ഞാൻ ബാംഗ്ലൂർ സെൻറ്റ് മേരീസ് ബസ്വാനഗർ ഇടവയിൽ നിന്ന് വരുന്നതാണ്. ബാംഗ്ലൂരിൽ നിന്നാണ് സഹോദരി എത്തിയിരിക്കുന്നത്. ഞാനൊരു 6 മാസമായിട്ട് ഡെയിലി അഭിഷേകാഗ്നി കാണും. ഞായറാഴ്ച ഞങ്ങൾ കുടുംബസമേതം അഭിഷേകാഗ്നി കാണും യൂട്യൂബ് ചാനലിൽ. കഴിഞ്ഞ ഒരു 3 മാസത്തിന് മുമ്പ് ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായ ഒരു കാര്യം ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായി. എൻ്റെ മോളുടെ കല്യാണം എല്ലാം നിശ്ചയിച്ചിരിക്കുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് അവൾക്ക് എപ്പോഴും ഗ്യാസ്ട്രിക്കിൻ്റെ ഒരു അസുഖം ഉണ്ടാവുമായിരുന്നു. അപ്പോൾ ഞാൻ വേഗം ഡോക്ടറെ കാണിച്ച്, ഡോക്ടർ പറഞ്ഞു ഒരു സ്കാൻ എടുക്കാൻ പറഞ്ഞു. സ്കാൻ എടുത്തപ്പോൾ പറഞ്ഞു വേറെ കുഴപ്പങ്ങളൊന്നും കാണാനില്ല, പക്ഷേ ഓവറിയുടെ പുറത്തൊരു മുഴയുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അതൊരു ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ കുറേ ബ്ലഡ് ടെസ്റ്റൊക്കെ എഴുതി തന്നു. ബ്ലഡ് ടെസ്റ്റിന് പൈസ അടയ്ക്കാൻ ഞാൻ ലാബിൽ ചെന്നപ്പോൾ അത് ഭയങ്കര ഒരു എമൗണ്ട് ആയിരുന്നു. അപ്പോൾ ഞാൻ വേഗം ഗൂഗിളിൽ ചെയ്ത് നോക്കിയത് എന്തിനു വേണ്ടിയാണെന്ന് നോക്കിയപ്പോഴത്തേക്കും ഓവറിയൻ ക്യാൻസറിന് വേണ്ടിയുള്ള ഒരു ടെസ്റ്റായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. എൻ്റെ ദൈവമേ, എൻ്റെ മോള് ജീവിതം തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ, അപ്പോഴേക്കും ഇങ്ങനെ ഒരു കാര്യം വന്നല്ലോ. ഈശോയോട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞു ഒന്നും ചെയ്യാം, നമുക്കിപ്പോൾ ഇതിപ്പോൾ പേടിക്കാനൊന്നുമില്ല, ഒരു ഓപ്പറേഷൻ ചെയ്യാനേ ഉള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ എൻ്റെ ഈശോയെ ഞാൻ കൈവിട്ടില്ല. രാത്രി മുഴുവൻ എനിക്ക് ഭയങ്കര സങ്കടമുള്ളപ്പോൾ ഞാനൊരു പ്രാർത്ഥന ചെയ്യാറുണ്ട്. രാത്രി മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിക്കും. ഒരു 9:30 ആകുമ്പോൾ തുടങ്ങിയാൽ കാലത്തെ ഒരു 6 മണി വരെയും പ്രാർത്ഥിക്കും. അങ്ങനെ കണ്ണടയ്ക്കാണ്ട് ഞാൻ ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥനയുടെ സമയത്ത് എപ്പോഴെങ്കിലും ഒരു സമയത്ത് ഈശോ നമ്മളെ വന്ന് തൊടുന്നതായിട്ട് നമുക്ക് അറിയാവുന്ന ഒരു സംഭവമാണ്, ഒരു കാറ്റ് വീശുന്നത്. അത് ഈശോ തന്നെ വന്നതെന്ന് എനിക്കറിയാം. അന്ന് രാത്രി ഫുള്ളും ഞാൻ പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം കൊച്ചിന് സ്കാനായിരുന്നു. സ്കാനിന് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ആദ്യത്തെ ഒരു സ്കാൻ ചെയ്തു. ഞാൻ പുറത്തിരുന്ന് എൻ്റെ ചെവിയിൽ ഇയർഫോൺ വെച്ചിട്ട് അഭിഷേകാഗ്നി കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. മോള് തിരിച്ചു വന്നു. 2ാമതും സ്കാൻ ചെയ്തു, അവർ 3ാമതും സ്കാൻ ചെയ്തു. 4ാമത്തെ പ്രാവശ്യം സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ സ്കാൻ ചെയ്ത ഡോക്ടർ പറഞ്ഞു ആ മുഴ ആദ്യത്തെ സ്കാനിലുണ്ട്, പക്ഷേ ഈ ലാസ്റ്റത്തെ സ്കാനിലോ 2ാമത്തെ 3ാമത്തെ സ്കാനിലോ ആ മുഴ അവിടെ കാണാനില്ലെന്ന് പറഞ്ഞു. എനിക്ക് ഈശോ അത്ഭുതം ചെയ്തു. അത് ആദ്യത്തെ സ്കാനിലെ മുഴ ഉണ്ടായിരുന്നു, 2ാമത്തെ 3ാമത്തെ 4ാമത്തെ സ്കാനിങ് നോക്കിയപ്പോൾ ആ മുഴ ഇല്ല. എനിക്ക് ഈശോ അപ്പച്ചനോട് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. ഇപ്പൊ ഒരു കുഴപ്പമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വേദനയുടെ നടുവിൽ ഈശോയെ സ്നേഹിക്കുന്ന ഹൃദയം രാത്രി മുഴുവൻ പ്രാർത്ഥിച്ച് ഈശോയുടെ സാന്നിധ്യത്തിന് വേണ്ടി, ഈശോയുടെ ഇടപെടലിന് വേണ്ടിയും ദാഹത്തോടെ കാത്തിരിക്കുന്ന ഹൃദയത്തെ ഈശോ അറിഞ്ഞു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 8ാം അധ്യായത്തിൽ 46-ാം തിരുലിഖിതം, സെന്റ് ലൂക്ക് ചാപ്റ്റർ 8 വേഴ്സ് 46, യേശു പറഞ്ഞു ആരോ എന്നെ സ്പർശിച്ചു, എന്നിൽ നിന്ന് ശക്തി നിർഗമിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. വലിയ ജനക്കൂട്ടങ്ങൾ തിക്കുതിരക്കും കൂട്ടുകയാണ്. പക്ഷേ സ്നേഹിച്ച് വിശ്വസിച്ച് ഒരുപാട് ആദരവോടെ വന്ന് സൗഖ്യം വേണം, ഈശോയുടെ ശക്തി വേണം, ഈശോയുടെ അത്ഭുതം വേണം, ആഗ്രഹിച്ച് തൊട്ട ആ ഒരു വ്യക്തിയെ ജനക്കൂട്ടത്തിൻ്റെ നടുവിൽ ഈശോ അറിഞ്ഞു.
എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമുക്ക് പരിശുദ്ധ കുർബാന ആരാധനയിലേക്ക് പ്രവേശിക്കാം. ഈ സമയം നമുക്ക് കരഞ്ഞ് പ്രാർത്ഥിക്കണം. രോഗികൾ, തളർന്നവർ, വേദനിക്കുന്നവർ, കുഞ്ഞുങ്ങൾ, കുടുംബങ്ങൾ, ദമ്പതികൾ, വിവാഹത്തിന് തടസ്സമുള്ളവർ, ജോലി മേഖലകളിൽ പ്രതിസന്ധി അനുഭവിക്കുന്ന ഓരോരുത്തരും ഹൃദയവേദനയോടൊപ്പം ഓരോരുത്തരും ഈശോ അറിയുന്നുണ്ട്. നമ്മുടെ ഒരു കണ്ണുനീർത്തുള്ളി, നമ്മുടെ ഒരു അലച്ചിൽ, നമ്മുടെ ഒരു വേദന, നമ്മുടെ ഒരു സങ്കടം, നമ്മുടെ ഒരു നെടുവീർപ്പ്, ഇത് അറിയുന്ന ദൈവമാണ് സ്വർഗത്തിലെ ദൈവം. ജനകോടികളുണ്ടെങ്കിലും ഒരു സ്നേഹിക്കുന്ന ആത്മാവിന് ചെറിയൊരു നൊമ്പരം, ഒരു നെടുവീർപ്പ് അവിടെ നിന്ന് അറിയാതെ പോവുകയില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, മുട്ടിന്മേൽ നിന്ന് ഹൃദയം നുറുങ്ങുന്ന സ്നേഹത്തോടെ, നല്ല ഹൃദയത്തുറവിയോടെ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ കണ്ണുനീരൊഴുകി പ്രാർത്ഥിക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ ഇപ്പോൾ കർത്താവ് അറിയുന്നുണ്ട്. ഒരുപാട് പേര് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് കർത്താവ് കാണുന്നുണ്ട്. ഈ സമയം വലിയ കൃപ കുടുംബങ്ങളുടെ മേലും ഓരോ ആത്മാവിൻ്റെ മേലും ദൈവം വർഷിക്കുകയാണ്. രണ്ട് കരങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിക്കാം. എൻ്റെ ഈശോയെ, എനിക്ക് അങ്ങയെ സ്നേഹിക്കണം. എൻ്റെ ഈശോയെ, എനിക്ക് അങ്ങയെ സ്നേഹിക്കണം. എൻ്റെ ഈശോയെ അകന്നു പോകാൻ അനുവദിക്കരുത്. ഞാൻ അകന്നു പോകാൻ അനുവദിക്കരുത്. എന്നെ അങ്ങയോട് അടുപ്പിക്കണം. എനിക്ക് വിശ്വാസം തരണം. എനിക്ക് സ്നേഹിക്കുന്നൊരു ഹൃദയം വേണം. എനിക്ക് അങ്ങയെ ആശ്രയിക്കണം. എനിക്ക് അങ്ങേന്ന് അകന്നു പോകണ്ട. അങ്ങ് എനിക്ക് എല്ലാറ്റിലും മതിയായവനാണ്. രണ്ട് കാര്യങ്ങൾ നന്നായിട്ട് ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ യേശുവേ, എൻ്റെ ദൈവമേ, എൻ്റെ യേശുവേ. രണ്ട് കാര്യങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു. യേശുവേ, എൻ്റെ യേശുവേ.